പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിനി അടുത്ത കവിതയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ചെറുശ്ശേരിയെയും എഴുത്തച്ഛനെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, പൂന്താനത്തിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ? പ്രത്യേകിച്ച് പ്രശസ്ത ഭക്ത കവികളിൽ ഒരാളായിരുന്നു പൂന്താനത്തിൻ്റെ അല്ലേ പൂന്താനം. അപ്പോൾ പൂന്താനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണ് ജ്ഞാനപ്പാന. അപ്പോൾ അതിൻ്റെ പ്രത്യേകത പറയുന്നത് ലളിതമായ ശൈലിയിലൂടെ ഭാരതീയ ജീവിത ചിന്ത കുറിക്കുകൊള്ളുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഐഹികങ്ങളായ ഭ്രമങ്ങളുടെ അർത്ഥശൂന്യതയും ഭഗവത് സ്മരണയുടെ പ്രാധാന്യവുമാണ് ഇതിൽ കവി പ്രധാന വിഷയമാക്കിയിരിക്കുന്നത്. ഇവിടെ ആറ്റുനോറ്റുണ്ടായ ഒരു പുത്രൻ്റെ, വാത്സല്യപുത്രൻ്റെ പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ഒരു വിയോഗം, ആ വിയോഗത്തിലാണ് പ്രാപഞ്ചികനായ ഒരു കവിയിലുണ്ടായ അല്ലെങ്കിൽ കവിയിലുണ്ടാക്കിയ അദമ്യമായ ദുഃഖത്തിൽ നിന്നും പിറകൊണ്ട ഒരു കൃതിയാണ് ജ്ഞാനപ്പാന. അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ കൃതി പൂർത്തിയാക്കിയതിന് ശേഷം പൂന്താനം മേൽപ്പത്തൂർ ഭട്ടതിരിയെ സമീപിക്കുകയും ജ്ഞാനപ്പാനയിൽ എന്തെങ്കിലും തിരുത്തലുകൾ നടത്തേണ്ടതുണ്ടോ എന്നാരായുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ മലയാളത്തിലായ ഈ കാവ്യം വായിക്കാൻ താല്പര്യമില്ലാത്ത ഭട്ടതിരി ആവശ്യം നിരസിച്ചപ്പോൾ ഭഗവാൻ അവതരിക്കുകയും പൂന്താനത്തിൻ്റെ ഭക്തിയും ഭട്ടതിരിയുടെ വിഭക്തിയും തുല്യമാണെന്ന് അരുളി ചെയ്തതാണ് ഈ കൃതിയുടെ ഇങ്ങനെയുള്ളൊരു ഐതിഹ്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, പൂന്താനം നമ്മൾ പറഞ്ഞു ഭക്തകവിയായിട്ടാണ് പൂന്താനത്തെ അറിയപ്പെടുന്നതെങ്കിലും എന്താണ്, 17-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിഗതികൾ ഈ കവിതകളിൽ കൂടി ചേരുന്നതും നമുക്ക് കാണാം. ഇപ്പോൾ വിദേശികളുടെ കടന്നുവരവോടെ ഒട്ടാകെ അട്ടിമറഞ്ഞ സാമൂഹിക സാമ്പത്തിക സ്ഥിതികൾ പൂന്താനത്തെ അസ്വസ്ഥനാക്കുന്നതും അതുപോലെ വിദേശ വാണിജ്യവും അതുമൂലമുണ്ടായിട്ടുള്ള സമ്പത്തും കുടുംബ ബന്ധങ്ങളെപ്പോലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ ധനത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയും ഇങ്ങനെ മൂല്യങ്ങളുടെ ആ ഒരു ശോഷിക്കൽ അല്ലെങ്കിൽ കുഴമറച്ചിലിൽ കവി അസ്വസ്ഥനാകുന്നതൊക്കെ നമുക്ക് ഈ ഒരു കൃതിയിൽ കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ പൂന്താനം 16-ാം നൂറ്റാണ്ട് മുതൽ 17 അതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നതും. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെക്കുറിച്ച് ഒരുപാട് കൃതികളുണ്ട്. പ്രധാനമായിട്ട് പറയുന്നത് ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, സന്താനഗോപാലം പാന, പിന്നെ കീർത്തനങ്ങളായിട്ടും കുറേ വരുന്നുണ്ട്. 108 ഹരി, ആനന്ദനൃത്തം, ഘനസംഘം, മൂലതത്വം, അംബാസ്തവം, മഹാലക്ഷ്മി സ്തവം, പാർത്ഥ സാരഥി സ്തവം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇനി കവി പരിചയം ഒന്ന് നോക്കാം. നമ്മൾ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞുവെങ്കിലും കൃഷ്ണഭക്തിയുടെ കവിയായ പൂന്താനം നമ്പൂതിരി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള കീഴാറ്റൂരിൽ പൂന്താനം ഇല്ലത്താണ് ജനിച്ചത്. അപ്പോൾ ഇല്ലപ്പേരിൽ അറിയപ്പെടുന്ന കവിയുടെ യഥാർത്ഥ പേരെന്താണ് അജ്ഞാതമാണ്. ഇവിടെ 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ 17-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് കണക്കാക്കപ്പെടുന്നതും. അപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സമകാലീനായിരുന്നു അദ്ദേഹമെന്നും വിശ്വസിക്കുന്നു. അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിന് ഉപോത്ഭകമായിട്ടുള്ള ചില കഥകളൊക്കെ പ്രചാരത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാണ്ഡിത്യം കുറഞ്ഞ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് മേൽപ്പത്തൂരിൻ്റെ പാണ്ഡിത്യത്തെക്കാൾ ഭഗവാന് ഇഷ്ടപ്പെട്ടത് എന്ന് സൂചിപ്പിക്കുന്ന കഥയും നിലവിലുണ്ട്. ആ ഒരു കഥയെ പ്രമേയമാക്കിക്കൊണ്ടാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഭക്തിയും വിഭക്തിയും എന്ന പേരിൽ ഒരു കവിതയും രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരായിരുന്നു പൂന്താനം? കൃഷ്ണ ഭക്തനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കവിതയിലെ എന്താണ് മൊത്തത്തിൽ ഈ ഒരു എന്ത് സാമൂഹിക ദർശനമാണോ, എന്താണ് ഈ കവിതയിലൂടെ കവി
ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇക്കാലത്തും ഇന്നല്ല ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു ജനകീയ കവിയാണ് ആര്? പൂന്താനം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാളിത്യം മാധുര്യവും കലർന്ന അദ്ദേഹത്തിൻ്റെ വരികൾ കേട്ടുകൊണ്ടാണ് പഴയ തലമുറയിലെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരുന്നത്. ഇപ്പം ജ്ഞാനപ്പാനയിലെ ഏതെങ്കിലും വരികൾ വല്ലപ്പോഴും ചൊല്ലാത്ത എഴുത്തുകാരോ രാഷ്ട്രീയക്കാരോ സാമൂഹ്യ പ്രവർത്തകരോ കാർട്ടൂണിസ്റ്റുകളോ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം മലയാളികളുടെ മനസ്സിൽ അത്രയ്ക്ക് വേര് പിടിച്ചു പോയ വരികളാണ് അവയിൽ പലതും. ഇങ്ങനെ ആ കുഞ്ഞിന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ കുഞ്ഞിൻ്റെ ഒരു വിയോഗവും അല്ലേ, അപ്പോൾ ചോറൂൺ ദിവസം തന്നെ മൃതി അടയുകയാണ് ആ കുഞ്ഞ്. സ്വാഭാവികമായും അതീവ ദുഃഖിതനായ പൂന്താനം തൻ്റെ സങ്കടത്തെ എന്താക്കി മാറ്റുകയാണ്? ഒരു യോഗ വിഷയമാക്കി മാറ്റുകയും മനുഷ്യജന്മത്തെക്കുറിച്ച് മൗനം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ സൂക്ഷ്മ പഠനഫലങ്ങൾ മാനവരാശിക്കാകമാനം പ്രയോജനകരമാക്കാൻ ജ്ഞാനപാനയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ അചഞ്ചലമായ ഭഗവത് ഭക്തി ഏവർക്കും മനക്കരുത്തും ആശ്വാസവും നൽകുമെന്നും അദ്ദേഹം ഉപദേശിക്കുകയാണ്. ഇനി ഈ കവിതയിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഭഗവാൻ മനസ്സിലുണ്ടാകുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന വരികളിലൂടെ സ്വയം ആശ്വാസം കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വരികൾ ആ കാലഘട്ടത്തിലും ഇന്നും എക്കാലത്തും പ്രസക്തമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് എന്താണ്, പൂന്താനം കൃഷ്ണഭക്തനാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളേക്കാൾ അല്ലേ, ഇവിടെ ആരാണ്? ഉണ്ണികൃഷ്ണൻ അല്ലേ, ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ മറ്റു കുഞ്ഞുങ്ങൾ എന്തിനാണ് അങ്ങനെ അതിൽ ആശ്വാസം കണ്ടെത്തുന്നതും കാണാം എന്നുള്ളതാണ്. അപ്പോൾ അക്കാലത്തെ സമുദായ പ്രാമാണിമാരുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ പരിഹസിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് തന്നെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു അല്ലേ, എങ്ങനെയാണ്? നാണം കെട്ട് അല്ലേ എല്ലാവരെയും അദ്ദേഹം അപഹസിക്കുകയാണ്. അപ്പോൾ പട്ടിനും വളയ്ക്കും വേണ്ടിയിട്ട് കവിത എഴുതിയിരുന്ന, ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ തല വെട്ടുമായിരുന്ന അക്കാലത്ത് നിർഭയമായി ഒരു ഭയവും കൂടാതെ സമൂഹ വിമർശനം നടത്തിയ പൂന്താനം മലയാള സാഹിത്യം കണ്ട അല്ലെങ്കിൽ മലയാളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണെന്ന് RK ദാമോദരൻ ഈയിടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ കവിതയുടെ ലാസ്റ്റിലേക്ക്, പിറക്കുന്ന നേരത്തും മരിക്കുന്ന നേരത്തും ഒരിക്കലും എന്താണ് ഒരുമിച്ച് അല്ല അല്ലേ വസിക്കാതിരിക്കുന്നവരാണ്. അപ്പം മധ്യേ ഇങ്ങനെ എന്താണ് കാണുന്ന നേരത്ത് എന്തിനാണ് വെറുതെ മത്സരബുദ്ധിയുമായിട്ട് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പൂന്താനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാനാണ് അല്ലേ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും, അതുപോലെ എന്താണ് മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും എല്ലാം ആരാണ്? ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ ഈശ്വരൻ തന്നെയാണെന്നാണ്. അപ്പോൾ ഒന്നും എന്താണ് സ്ഥായി ആയതല്ല, എല്ലാം നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ് എന്ന് കവി പറയുകയാണ്. അപ്പോൾ ഇത്തരം പ്രതിഭാസങ്ങൾ ഇന്നും നേരിൽ കാണുന്ന അവസ്ഥാവിശേഷങ്ങൾ തന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മനുഷ്യ മനസ്സിൻ്റെ ഒരിക്കലും അടങ്ങാത്ത ആശകളെക്കുറിച്ചും അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തി വരാ മനസ്സിനൊരു കാലോ എന്ന് കവി പറയുന്നുണ്ട്. അപ്പം അതിൽ തന്നെ മനുഷ്യൻ പറയുന്ന എന്താണ്? 10 കിട്ടികൾ അത് 100 മതിയെന്നും 100 1000 ആകണമെന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ വരികളിൽ കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് കാണാം. പക്ഷെ എന്താണ്, എത്ര കണ്ട് പണമോ അതേപോലെ തന്നെ സ്വത്തോ സമ്പാദിച്ചാലും മരിച്ചു പോകുന്ന നേരം അല്ലേ, ചത്തുപോകുന്ന നേരം ആ ചില ആളുകൾക്ക് സ്വന്തം വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയും കാണാം. അപ്പം ഇങ്ങനെ ആ ഒരു പച്ച പരമാർത്ഥം ആ ഒരു യാഥാർത്ഥ്യത്തെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലെ ഒരു യതിവര്യനെ കണ്ടുമുട്ടിയ ശേഷം ഭാരതീയ ദാർശനികതയുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പം താൻ മരിക്കുമ്പോൾ ഈ ലോകത്ത് നിന്ന് താനൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് മാലോകരെ മനസ്സിലാക്കാനായി തൻ്റെ ശവപ്പെട്ടിക്ക് പുറത്ത് തൻ്റെ കൈകൾ രണ്ടും മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിലേക്ക് ഇടണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന കഥ ഒന്ന് ഇവിടെ നമുക്ക് ഓർമ്മിക്കാം എന്നുള്ളതാണ്.
അപ്പം എല്ലാം എന്താണ്? ക്ഷണികമാണ്. ക്ഷണികമായ ഈ ആയുഷ്കാലം മുഴുവൻ ഓരോ മോഹങ്ങൾ വെച്ചു പുലർത്തുന്നതിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചും കവി പറയുകയാണ്. അപ്പം എന്താണ്? യുദ്ധമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു എന്ന് കവി ഈ കൃതിയിൽ പറയുന്നുണ്ട്. വെറുതെ ഓരോന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് മരിച്ചു പോവുകയാണ് അതിലൂടെ വ്യക്തമാക്കുന്നു. ഇങ്ങനെ അനാവശ്യമായ ആഡംബര ഭ്രമം കാണിക്കുന്ന അല്ലെങ്കിൽ പൊങ്ങച്ച ജീവിതം നയിക്കുന്ന പ്രമാണിമാർക്കെതിരെ അദ്ദേഹം എയ്ത പരിഹാസ ശരങ്ങൾ ഇന്നും എക്കാലത്തും എന്താണ്? വളരെ പ്രസക്തമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതേപോലെ എന്താണ്? കർമ്മങ്ങൾക്ക് വിളനിലമായിട്ടാണ് ഈ ഭൂമി, അല്ലേ? ഭൂമി എന്ന് ആഗ്രഹിക്കുന്നത്, ഏവർക്കും കൊടുക്കുന്നതും ആ ഒരു വിശ്വമാതാവാണ് ഭൂമി, അല്ലേ? അപ്പോൾ പൂന്താനം വിളംബരം ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം. വിഷ്ണു പത്നിയായ ഭൂമിദേവിയെ പാദസ്പർശം ക്ഷമസ്വമേ എന്ന് ചൊല്ലിക്കൊണ്ട് കൈതൊട്ട് തലയിൽ വെച്ച് പ്രണമിച്ചുകൊണ്ടാണ് ഉണർന്നെഴുന്നേൽക്കേണ്ടതെന്നും നമ്മിൽ പലരും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ യുഗം 4ലും നല്ലത് കലിയുഗമാണെന്നും കലികാലത്തെ എങ്ങനെയാണ് ഭാരത ഭൂഖണ്ഡമാണ് ഏറ്റവും നല്ല ഭൂപ്രദേശമെന്നും കവി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു പുല്ലായെങ്കിലും ജനിക്കാനുള്ള യോഗ്യത വരുത്തേണമേ എന്നും പൂന്താനം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ വള്ളത്തോളിൻ്റെ വരിയും കൂടെ നോക്കല്ലേ, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? ഭാരത ഭൂമി ഒരു പുണ്യഭൂമിയാണ്, അതൊരു കർമ്മഭൂമിയാണ് എന്നുള്ള ആ ഒരു ചിന്തയും മനുഷ്യന് എക്കാലത്തും വേണമെന്നും പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? കൃതയുഗത്തിൽ ഈശ്വര ധ്യാനം നടത്തിയാലും ഈശ്വരനിലേക്ക് മടങ്ങിയാലും, ത്രേതായുഗത്തിൽ യാഗം ചെയ്താലും, ദ്വാപരയുഗത്തിൽ ഹോമം ചെയ്താലും ലഭിക്കുന്ന ഫലം കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് സിദ്ധിക്കുമെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ മോക്ഷം ലഭിക്കാൻ എന്തെളുപ്പമാർഗം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂന്താനം ഇക്കാര്യത്തെ ജ്ഞാനപാനയിൽ തുടക്കത്തിലും ഒടുക്കത്തിലും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം, നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്ന് ആദ്യത്തെ വരികളിലും, ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ എന്ന് അവസാനവും കവി ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ നാമസങ്കീർത്തന ഭക്തി വൈരാഗ്യവും ജ്ഞാനവും നേടിത്തരും എന്നതിനാൽ ഏറ്റവും നല്ല മുക്തിമാർഗം അതുതന്നെയാണെന്നും കവി പറയുകയാണ്. അപ്പോൾ പൂന്താനത്തിൻ്റെ അടിയുറച്ച ഭക്തിയാണ്. പണ്ഡിതനായ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ തനിക്കിഷ്ടമെന്ന് ശ്രീ ഗുരുവായൂരപ്പൻ അരുളി ചെയ്തിട്ടുണ്ടെന്ന കഥയും പ്രസിദ്ധമായത് അങ്ങനെയാണ്. അപ്പം മാനസിക സംഘർഷമില്ലാതെ മനസമാധാനത്തോടെ ഈശ്വരൻ മനസ്സറിഞ്ഞു തരുന്നതിൽ പൂർണ്ണ സംതൃപ്തിയോടെ ജീവിതം നയിക്കാൻ നിരന്തരമായ നാമജപം ആരെയും സഹായിക്കും. അപ്പോൾ തിന്മയിലേക്ക് പോകുന്നതിനേക്കാളോ ഏറ്റവും നല്ലത് ഈശ്വരഭക്തിയാണ്. ആ ഈശ്വരഭക്തിയിലേക്ക് തിരിച്ചു വന്നാൽ എല്ലാം എന്താണ്? മറന്ന നല്ല ഒരു തലത്തിലേക്ക്, ആധ്യാത്മിക തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പൂന്താനത്തിൻ്റെ വരികൾ ഒരു നല്ല ജീവിത ദർശനം, അല്ലേ? നല്ല ഒരു ദാർശനിക ബോധം അല്ലെങ്കിൽ ആ ഒരു തത്വം കൂടി നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ജീവിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതം നല്ല രീതിയിലേക്ക് നയിക്കാനുള്ള ഒരു പ്രചോദനം നൽകുന്ന കവിത കൂടിയാണ് പൂന്താനത്തിൻ്റെ ഈ ഒരു ജ്ഞാനപാന എന്ന കവിത എന്നുള്ളതും ശ്രദ്ധിക്കുക.